നിഖിൽ പ്രമേഷ് ചേരുന്നു. തിരൂർ പറവണ്ണ GMUP സ്കൂളിലാണ് ചേരുന്നത്. നിഖിൽ, അക്ഷരാർത്ഥത്തിൽ തീവാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തീവാറും പോരാട്ടം നമ്മൾ ഒരുമിച്ച് പോയി നേർക്കുന്നവർ കണ്ടവരാണ്. തിരൂർ, തവനൂർ ആ മേഖലയിലൊക്കെ എന്താണ് പോളിംഗ് ബൂത്തിലെ കാഴ്ച? ഇപ്പോഴും വോട്ടർമാരുടെ നിരയുണ്ടോ? പോളിംഗ് ശതമാനത്തിന് അന്തിമ കണക്ക് എങ്ങനെയാണ് നിഖിൽ? ഹഷ്മി, വലിയ നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറവണ്ണ GMUP സ്കൂളാണ്. ഇവിടുത്തെ 110-ാം നമ്പർ ബൂത്തിലാണ് ഈ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഇവരൊക്കെ 2 മണിക്കൂറും 2.5 മണിക്കൂറും മുൻപ് വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. കുട്ടികളുമായി വന്ന ആളുകൾ, പ്രായമായ ആളുകൾ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ്. അവർക്കൊക്കെ ഇതിനോടൊപ്പം തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ബൂത്തിൽ മാത്രമാണ് ഒരു സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യമുള്ളത്. കാരണം ഒരുപാടധികം സമയം ഇവിടെ അവർക്ക് നിലനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി രൂപപ്പെട്ടു. ഇത് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇത് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പരാതി? എന്താണ് ഞങ്ങളുടെ പരാതി? എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങിയ ആ നിമിഷം മുതൽ ഇവിടെ ലാഗാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഏറെ തവണ ആവശ്യപ്പെട്ടതാണ് എന്താണ് ഇത് ലാഗ്. അപ്പോൾ അവർ പറയുന്നത് മെഷീനിൽ ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ലേശം ടൈം എടുക്കുന്നത്. അതുകൊണ്ട് 1.5 മണിക്കൂറോളം ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട്, പകൽ ടൈമിൽ തന്നെയാണ്. അപ്പോൾ ഏകദേശം വോട്ടർമാർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. രോഗികളായ ഡോക്ടർമാരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്, കാലിനും കയ്യിനും സുഖമില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, കുഞ്ഞു കുട്ടികളടക്കമുള്ള വോട്ടർമാർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഈ 110-ാം ബൂത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാൻ ഞങ്ങൾക്ക് അരമണിക്കൂറെങ്കിലും നിങ്ങൾ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞപ്പോൾ അവർ അനുവദിച്ച് തരില്ല എന്നാണ് പറഞ്ഞത്. 6:02 ഗേറ്റിന് പുറത്തുണ്ടായിരുന്ന ആളുകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇല്ലല്ല, കറക്റ്റ് 6:02 6 മണിക്കാണ് അവർ ഗേറ്റ് പൂട്ടുന്നത്. ഈ ഗേറ്റ് പൂട്ടുന്ന സമയത്ത് അവിടെ 30ഓളം വരുന്ന വോട്ടർമാർ ഗേറ്റിന്റെ പുറത്തുണ്ട്. അവരെ കടത്തിവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞത് 6 മണി വരെ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പം ഞങ്ങൾ പറഞ്ഞത് 1.5 മണിക്കൂർ ഓൾറെഡി ലാഗ് ആയിട്ടുണ്ട്, ആ ടൈം ഞങ്ങൾക്ക് അനുവദിച്ചു തരും. ഇവരൊക്കെ വളരെ നേരത്തെ വന്ന ആളുകളാണ്. ഇപ്പോൾ 4 മണിക്കും അല്ലെങ്കിൽ 3:30-ക്കൊക്കെ വന്ന ആ സമയം മുതൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ വീട്ടിലേക്ക് തിരികെ പോയി പലവിധ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത്. ചേച്ചി, അപ്പോൾ നിഖിൽ പ്രമേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.